ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തു ചോദിക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്ന് അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം, രണ്ടാമത് ജിസേലിന് എത്ര വാണിംഗ് കിട്ടിയിട്ടും ബിഗ് ബോസിലെ നിയമങ്ങളെല്ലാം തെറ്റിച്ചത്. അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു വിഷയത്തിൽ അനുമോൾ ഭക്ഷണം കട്ടെടുത്ത് കഴിച്ചു എന്നാണ് ജിസേൽ ആരോപിച്ചത്. അതും അനുമോൾ കട്ടെടുത്ത് കൊണ്ടുപോയത് എങ്ങനെയാന്ന് വരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജിസേൽ കാണിച്ചു. അതോടുകൂടി അനുമോൾ അവിടെ പൊട്ടിത്തെറിക്കുകയും നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത്, നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസേലിന്റെ കൈ കുറച്ച് ശക്തിയോടുകൂടി അനുമോൾ അവിടെ തട്ടി മാറ്റുകയുണ്ടായി. എന്നാൽ ആ ഒരു വിഷയത്തിൽ ജിസേലിനെ അനുമോൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നും ഇതിനെതിരെ ബിഗ് ബോസ് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പാനിയും അക്ബറും ജിസേലെല്ലാം രംഗത്തെത്തിയത്. സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കട്ടെടുത്ത് കഴിക്കുന്നത് നെവിനാണ്. ആ നെവിനെതിരെ പോലും ഇത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതെല്ലാം ചിരിച്ചു തള്ളലാണ്. എന്നാൽ ജിസേലിന് അനുമോളോടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരിക്കാം ജിസേൽ ഇങ്ങനെ ഒരു കാര്യം കട്ടെടുത്തുന്ന രീതിയിൽ വളച്ചൊടിച്ചത്. അതുപോലെ തന്നെ ആ ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ നിയമലംഘനം, അതായത് ബിഗ് ബോസ് നിർത്തിവെക്കാൻ പോകുന്നവരെ പറയാനുള്ള മെയിൻ കാരണക്കാരി ജിസേലാണ്. ആ ജിസേലിന്റെ കള്ളത്തരങ്ങൾ കൈയോടെ പൊക്കിയതിനായിരിക്കും. അതായത് കൂടുതൽ സമയം അനു ജിസേലിന്റെ പുറകെ ആയിരുന്നു കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടക്കാനായിട്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ജിസേലിന് അനുമോളുടെ അടുത്ത് ഇത്ര ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനുമോൾ ഈ ഒരു കള്ളത്തരം കൈയോടെ പൊക്കിയിട്ടും അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ചിരിച്ചു തള്ളുകയായിരുന്നു. എന്നാൽ അനുമോളുടെ കാര്യത്തിൽ അവരൊക്കെ ശക്തമായി പ്രതികരിച്ച് ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് ജിസേലിന്റെ പുറകെയാണ്. എന്തായാലും ലാലേട്ടൻ ഈ ഒരു വിഷയം അങ്ങനെ വെറുതെ വിടില്ല. ജിസേലിന്റെ കൈ അനുമോൾ കുറച്ച് ശക്തമായിട്ടാണ് തട്ടി മാറ്റിയത്. അതിനൊരു പക്ഷെ അനുമോൾക്ക് എന്തെങ്കിലും ചെറിയ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ജിസേലിന് 8ന്റെ പണി തന്നെ കിട്ടും. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ലിപ്സ്റ്റിക്കും മോയ്സ്ചറൈസറും ഇട്ടിട്ടായിരുന്നു നടന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആക്കി അനുവിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന്. ഈ നിയമലംഘനം ഒക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ജിസേൽ നല്ല അടിപൊളി ഗെയിമറൊക്കെ തന്നെയാണ്. കാരണം കിട്ടുന്ന ഗെയിമൊക്കെ നല്ല അടിപൊളിയായിട്ടും ആത്മാർത്ഥതയോടും കൂടിയാണ് ജിസേൽ ചെയ്യാറ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലത്തെ പണിപ്പുര ടാസ്കിൽ. അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ മൊത്തം എടുത്തിട്ടാണ് ജിസേൽ പുറത്തു വന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ലാലേട്ടൻ അനുവിനും ജിസേലിനും കൊടുക്കുന്ന പണി എന്താണെന്ന്. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.